ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് എല്ലാവർക്കും കിട്ടാത്തത് എന്തുകൊണ്ടാണ്? ഇതറിയണമെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണും. കേരളത്തിലെ കാര്യം എടുക്കുകയാണെങ്കിൽ ഓരോ പ്രൈവറ്റ് ആശുപത്രികളും ഓരോ സർജറിക്കും മറ്റു ചികിത്സകൾക്കും ഒരു നിശ്ചിത തുക മിനിമം ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒരു സ്റ്റണ്ട് മാറ്റി വെക്കുന്നതിന് 80,000 രൂപ ഉണ്ടെന്നിരിക്കട്ടെ. ആയുഷ്മാൻ ഭാരത് വഴി കേന്ദ്ര സർക്കാരും കേരള സർക്കാരും കൂടി ചേർന്ന് കൊടുക്കുന്നത് ഒരു സർജറിയുടെ പരമാവധി തുക 40,000 രൂപ ആയിരിക്കും. സ്വാഭാവികമായും പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾക്ക് ബാക്കി തുക സർക്കാരിൽ നിന്നും ലഭിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് അവർ നിരസിക്കുന്നു. എന്നാൽ ചില അസുഖങ്ങൾക്ക് പ്രൈവറ്റ് ആശുപത്രികൾ പറയുന്ന തുകയും സർക്കാർ പറയുന്ന തുകയും ഒത്തുചേർന്ന് പോകുന്നുണ്ടാവാം. അങ്ങനെയുള്ള അവസരങ്ങളിൽ ക്ലെയിം ലഭിക്കുകയും ചെയ്തേക്കാം. അതേപോലെ സർക്കാർ പറയുന്ന തുകയിൽ ചികിത്സ ഒരുക്കുന്ന കോർപ്പറേറ്റീവ് ഹോസ്പിറ്റലുകളും ഉണ്ട്. അതുകൊണ്ട് ചികിത്സ ലഭിക്കാനും സാധ്യതയുണ്ട്. ഇൻഷുറൻസ് സംബന്ധമായ സംശയങ്ങളുണ്ടോ? ഞങ്ങളെ ഫോളോ ചെയ്യും.